പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അനാർക്കലി ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് രഞ്ജുവിനെ കാണുന്നതിനായി എത്തുന്നു. പക്ഷേ രഞ്ജു തനിക്ക് അനാർക്കലിയെ കാണേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങളെ അത്രയധികം വെറുത്തുപോയി എന്ന് വ്യക്തമാക്കുന്ന രഞ്ജു, ഇനി എൻ്റെ മുന്നിലേക്ക് നിങ്ങൾ വരരുത് എന്നും നിങ്ങളെ അമ്മയായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു അനാർക്കലി. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഗോവിന്ദിനെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് അനാർക്കലി. ഇതിൻ്റെ ഭാഗമായി ഗോവിന്ദിനോട് തന്നോട് ക്ഷമിക്കണമെന്നും ഒരുപാട് തെറ്റുകൾ തനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അനാർക്കലി തൻ്റെ മകളുടെ കൂടെ തനിക്ക് കുറച്ചുനാൾ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗോവിന്ദിനെ. ഇതോടെ ഗോവിന്ദ് തനിക്ക് ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് തുറന്നു പറയുകയും ഞാൻ എന്തിനാണ് നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് അനാർക്കലി. മാത്രവുമല്ല, അനാർക്കലിയെ സഹായിക്കണമെങ്കിൽ അനാർക്കലി കുറച്ച് കാര്യങ്ങൾ തന്നോട് വ്യക്തമാക്കണം എന്ന് ഗോവിന്ദ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ രാധികാമ്മയ്ക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞാൽ മാത്രമാണ് രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ താനും തയ്യാറാവുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഒടുവിൽ താൻ ആ സത്യങ്ങൾ വ്യക്തമാക്കാം എന്ന് അറിയിക്കുന്ന അനാർക്കലി ഗോവിന്ദ് അറിഞ്ഞ കാര്യങ്ങളിൽ കാര്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ജയിലിൽ നിന്ന് തന്നെ ഇറക്കാൻ സഹായിച്ചതും അതുപോലെ തന്നെ രഹസ്യങ്ങൾ മൂടിവെക്കുന്നതിനായി ഒരു തുക നൽകിയതും രാധികാമ്മ തന്നെയാണ്. അതിന് തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുമുണ്ട്. അതിന് കാരണം ഗോവിന്ദിൻ്റെ അച്ഛൻ്റെ മരണം തന്നെയാണ്. ഈ കാര്യങ്ങളിലെ കുറച്ച് രഹസ്യങ്ങൾ എനിക്കറിയാം. രാധികാമ്മ ചെയ്ത ഫിനാൻഷ്യൽ തിരിമറികളാണ് ഒടുവിൽ ഗോവിന്ദിൻ്റെ അച്ഛനായ മാധവൻ്റെ ആത്മഹത്യയിൽ ചെന്ന് അവസാനിച്ചത് എന്നും മാത്രവുമല്ല, രാധികാമ്മയുടെ ചതികളെ പറ്റിയുള്ള എല്ലാ തെളിവുകളും എൻ്റെ കൈവശം ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് ഗോവിന്ദിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതോടെ ഗോവിന്ദ് ആ തെളിവുകൾ ചോദിക്കുകയും ഇതേ തുടർന്ന് രാധികാമ്മയുടെ മുന്നിലേക്ക് തെളിവുകളുമായി എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.